പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. സമാധാനത്തിൻ്റെ ദൈവവും ദൈവത്തിൻ്റെ സമാധാനവും എന്നുള്ളൊരു വിഷയം നമ്മളിങ്ങനെ ചിന്തിച്ചു. സൃഷ്ടി പഠിച്ചതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളതിങ്ങനെ വന്നത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള വാക്യം വായിച്ചു. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളിൽ എങ്ങനെയാണ് വസിക്കുന്നത് എന്നുള്ളൊരു ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫിലിപ്പ് ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ആക്ച്വലി 2 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ വാക്യം 6ഉം 7ഉം ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനകളെ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ അത് നമ്മൾ അല്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് അറിയിക്കുമ്പോൾ സ്തോത്രത്തോടെ വിത്ത് താങ്ക്ഫുൾ ഹാർട്ട് സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തോട് അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ ഉടനെ നടത്തി തരുമെന്നല്ല തിരുവചനം പറയുന്നത്. സകല ബുദ്ധിയെയും, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു ദൈവത്തിൻ്റെ സമാധാനം. കാരണം നമ്മൾ വിഷയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനേക വിഷയങ്ങളില്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. സാധാരണ വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷേ ആ വിഷയങ്ങൾ നമ്മൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഒരു സമാധാനം അത് നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ സമാധാനം നമ്മളുടെ നിലവുകളെയും ഹൃദയങ്ങളെയും, നമ്മളുടെ ചിന്തകൾ, നിലവുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ തോട്ട് തിങ്കിങ്, നമ്മൾ ചിന്തിക്കുന്ന ആ മേഖലകൾ, നമ്മുടെ നിലവുകളെയും നമ്മളുടെ ഹൃദയങ്ങളെയും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കും. അപ്പോൾ വി നീഡ് ടു റിസീവ് ദാറ്റ്. ദൈവം ആ സമാധാനം തരുമ്പോഴേക്കും നമ്മളത് റിസീവ് ചെയ്യണം, ദൈവത്തിൽ നിന്ന് അത് കൈക്കൊള്ളണം. എന്നിട്ട് ആ ഒരു സമാധാനം മാത്രം പോരാ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഇതൊരു സ്പിരിച്വൽ ആൻറ്റിബയോട്ടിക് ആണ്. ഒരു ചെറിയൊരു സമാധാനമേ നമുക്ക് കിട്ടിയുള്ളൂ, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. സോ യു ഹാവ് ടു കീപ് മൂവ് ഫോർവേഡ് ടു നെക്സ്റ്റ് വേഴ്സ്. അടുത്ത വചനത്തിലേക്ക് നമ്മളൊന്ന് പോകണം. അപ്പോൾ 7ഉം 8ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. അല്ല, 7 നമ്മൾ വായിച്ചത്, 8ഉം 9ഉം. 4-ന്റെ 8ഉം 9ഉം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകൃത്യായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ 7-ാം വാക്യത്തിൽ നമ്മൾ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചു, 6-ാം വാക്യത്തിൽ അറിയിച്ചു. 7-ാം വാക്യത്തിൽ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു സമാധാനം ദൈവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നിലവുകളിലും ദൈവം തന്നു. എന്തിനാ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വാക്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, കാരണം നമ്മൾ വിഷയങ്ങളിൽ പെട്ട് നമ്മൾ ആകുലപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ചിന്തയിൽ നമുക്ക് വേറൊന്നും വരത്തില്ല. പിന്നെ ആ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മളത് റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അവിടെ നിർത്തിയാൽ പോരാ. അടുത്ത വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പൊ നമ്മുടെ ചിന്ത ഒന്ന് മാറ്റിയിട്ട്, നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ ചിന്ത ഒന്ന് മാറ്റിയിട്ട്, അത് മാറ്റണമെങ്കിൽ ആ ദൈവത്തിന്റെ സമാധാനം നമുക്ക് ലഭിക്കണം. ആദ്യം അത് വേണം. അപ്പൊ സമാധാനം ലഭിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ, ഓക്കെ, സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തി, അങ്ങനെ അനേക 8-9 കാര്യങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുക. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? സത്യമായത്. വാട്ട് ഈസ് ട്രൂത്ത്? തിരുവചനം പറയുന്നു, നിന്റെ വചനം സത്യമാവുന്നു, അല്ലേ? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 17:17. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാവുന്നു.
പിലാത്തോസ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം, സത്യം എന്നാൽ What is എന്ത്? truth? വാട്ട് ഈസ് ട്രൂത്ത്? Mm. അപ്പൊ ഇവിടെ പറയുന്നത് സത്യമായത് ചിന്തിക്കാനാ പറയുന്നത്. Mm. സത്യമായെന്ന് പറഞ്ഞാൽ തിരുവചനം മാത്രമേ ഉള്ളൂ. Mm. പക്ഷെ നമ്മൾ വിഷയങ്ങളുടെ മധ്യേ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് കണ്ണു മാറ്റണം, നമ്മുടെ ഫോക്കസ് ഒന്ന് മാറണം. ദൈവം തരുന്ന സമാധാനം നമ്മൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമാധാനം ദൈവം അയക്കുന്നുണ്ട്. Mm. പക്ഷേ ആ വിഷയത്തിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ ആ സമാധാനം നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമാധാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ദൈവം പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. Mm. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേര് തമ്മിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേര് പറയുന്നത് നമ്മൾ രണ്ടുപേർക്കും കിട്ടത്തില്ല, Mm. അല്ലേ? അപ്പോൾ ഒരാളൊന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിഷയങ്ങളുടെ മധ്യേ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കത് കേൾക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വി ആർ നോട്ട് അറ്റ് പീസ്. നമ്മൾ ആ സമാധാനത്തിൻ്റെ മേഖലകളിലല്ല. Mm. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ. Mm. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ദൈവം ഓൾറെഡി തരുന്നുണ്ട്. കർത്താവ് അത് പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. Mm. കാരണം വിഷയങ്ങളുടെ മധ്യേ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോഴേക്കും അവിടെ നമ്മൾ സമാധാനം കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. Yeah. നാച്ചുറലി നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. Mm. പക്ഷേ ദൈവത്തെ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും, ഞാൻ നിങ്ങളെ ഒരു നാളും കൈപിടിക്കില്ല, ഉപേക്ഷിക്കില്ല, അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് തന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താ? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും. എന്താ ഘനമായത്? അതെല്ലാം വചനമാണ് കാണിക്കുന്നത്. എന്നാൽ അതിന് ബാക്കപ്പ് വചനം നമുക്ക് കാണിക്കാം. സങ്കീർത്തനം 139:17 ഒന്ന് വായിച്ചേ. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അപ്പോൾ ആ വാക്യം മാത്രം വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, യു ആർ സോ മൈൻഡ്ഫുൾ ഓഫ് അസ്. 115:12 ഒന്ന് വായിച്ച സങ്കീർത്തനം 115:12. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. മതി. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ദ ലോർഡ് ഹാസ് ബീൻ മൈൻഡ്ഫുൾ ഓഫ് അസ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. നിന്റെ വിചാരങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ എന്ന് നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചത്. എന്നിട്ട് യഹോവ നമ്മളെ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹീസ് മൈൻഡ്ഫുൾ. അവന്റെ ഹൃദയം മുഴുവനും, മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോഴേക്കും ഹൃദയം മുഴുവനും നമ്മളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവ് ദൈവം, ദൈവത്തിന്റെ ചിന്ത മുഴുവനും നിന്നെ കുറിച്ചാണ്. ഈസ് മൈൻഡ്ഫുൾ ഓഫ് us. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. സത്യമായത്, ഘനമായത്. ഇനി അടുത്ത അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിയായത്, നിർമ്മലമായത്. അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാത്തിനും വാക്യങ്ങൾ വചനത്തിലുണ്ട്. നീതിയായത്. എന്താ നീതി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചതാ. എന്താ നീതി? 1 കൊരിന്ത്യർ 1:30 വായിച്ചേ. 1 Corinthians 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്നു, നമ്മളോടും പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. He became wisdom, righteousness, sanctification, redemption. See? അപ്പോൾ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും. എന്താ നിർമ്മലം? യഹോവയുടെ വചനങ്ങള് നിർമ്മല വചനങ്ങൾ എന്നുള്ള വാക്കുണ്ട്. വായിച്ച ഓർമ്മയുണ്ടോ? യഹോവയുടെ വചനങ്ങള് നിർമ്മല വചനങ്ങൾ. സങ്കീർത്തനം 12:6. സങ്കീർത്തനം. വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്തെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. നിലത്ത് വെള്ളി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, വെള്ളിയും സ്വർണ്ണം ഇതെല്ലാം ഇത് മിനറൽസാ. ഇതെല്ലാം ഭൂമിയിൽ നിന്ന് എടുത്തിട്ട് അത് ശുദ്ധി ചെയ്യുന്നത് ഇങ്ങനെ ഒലയിൽ തീക്കകത്തോടി കടത്തി വിട്ടിട്ടാണ്. അപ്പൊ യഹോവയുടെ വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് വായിച്ചത്, അല്ലേ? യഹോവയുടെ വചനം നിർമ്മല വചനങ്ങളാണ്. അതെങ്ങനെ? വെള്ളിയിലെ നിലത്ത് ഒലയിൽ 7 പ്രാവശ്യം
ഉരുക്കിയെടുത്തതുപോലെ, ശുദ്ധി ചെയ്തെടുത്തതുപോലെ. സോ ദർ ഇസ് നത്തിങ്, ദർ ഇസ് നോ ബ്ലെമിഷ് ഇൻ ദിസ്. ഇത് ശുദ്ധമാണ്. യഹോവയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുന്നു. യഹോവയുടെ വചനം നാമത്തിന് മീതെ വെച്ചിരിക്കുന്നു. സോ ആകാശം നമ്മളൊരിക്കലും അത് ചിന്തിച്ച് ആകാശം ഭൂമി മാറിപ്പോകും, യഹോവയുടെ വചനത്തിൻ്റെ പുള്ളിക്കോ വ്യത്യാസം വരികയില്ല. ഇതെല്ലാം നമ്മൾ വായിച്ചു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് സത്യമായത്, ഘനമായത്, നീതിയായത്, രമ്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത്, ഇതെല്ലാം ചിന്തിച്ചു കൊള്ളാനാണ് പറയുന്നത്. ഇപ്പം എല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ മറന്നു പോരുന്നത് എവിടെന്നാണ് നമ്മൾ തുടങ്ങിയത്? നമുക്ക് അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയുള്ള അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. എന്നാൽ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതോ പുകഴ്ചതോ ഇതെല്ലാം ചിന്തിച്ചുകൊള്ളുവിൻ. അങ്ങനെയല്ല പറയുന്നേ. സത്കീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതെല്ലാം ചിന്തിച്ചുകൊള്ളുവിൻ. ഓരോ കാര്യങ്ങളും എല്ലാത്തിനും വചനത്തിനും വാക്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്കോ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പുകഴുവാൻ ഒന്നുമില്ല. പുകഴ്ചയായത്, സത്കീർത്തിയായത്, ഇതെല്ലാം സ്റ്റാർട്ട് മെഡിറ്റേറ്റിംഗ് ദാറ്റ്, അല്ലേ? അപ്പോൾ ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വിഷയങ്ങൾ അവിടെയുണ്ട്, അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഓക്കെ, ചിന്തിച്ചുകൊള്ളുവിൻ. The things which you learned and received and heard and saw in me, these do, and the God of peace will be with you. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ ഇത് മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അനേക കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കുന്നു, ഇത് പഠിക്കുന്നു. ഓക്കെ, എന്നിട്ട് പറയാ, എന്നോട് പഠിച്ചും കേട്ടും ഗ്രഹിച്ചും ഉള്ളത് പ്രവർത്തിക്കുവിൻ, പുട്ട് ഇൻ ടു പ്രാക്ടീസ്. അല്ലേ? പാറമേല് മലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് കർത്താവ് എങ്ങനെയാ വചനം അവസാനിപ്പിക്കുന്നത്? 3 അധ്യായങ്ങൾ മത്തായി സുവിശേഷത്തിൽ, എൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമര ചൊഴിഞ്ഞു, കൊടുങ്കാറ്റടിച്ചു, എന്നാൽ ആ ഭവനം പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. സോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വൻമഴ ചൊരിയും, കൊടുങ്കാറ്റടിക്കും, ഈശാനമൂലിനടിക്കും. പക്ഷേ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ യഥാർത്ഥമായിട്ടാണെങ്കിൽ, ഫൗണ്ടേഷൻ അങ്ങനെ ആകുന്നത്, എന്നോട് പഠിച്ചും കേട്ടും ഗ്രഹിച്ചും ഉള്ളത് പ്രവർത്തിക്കുവിൻ. പ്ലീസ് ഡു ഇറ്റ്. യാക്കോബ് അപ്പോസ്തലൻ അത് തന്നെ പറയുന്നുണ്ട്. വചനം കേൾക്കുന്നവരല്ല, വചനം ആചരിക്കുന്നവരായിട്ടിരിക്കും. പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. God of peace. God of peace. എന്താ വ്യത്യാസം 7ഉം 9ഉം വാക്യങ്ങൾ തമ്മിലുള്ള? 7ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സമാധാനം ദൈവം നമുക്ക് തരും. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. സി, പ്രിൻസ് ഓഫ് പീസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമാധാനത്തിന് വല്ല പഞ്ഞമുണ്ടോ? അവൻ സമാധാനം നദി പോലെ ഒഴുക്കിത്തരും എന്നൊക്കെ പറയുന്ന വിഷയം അവിടെ. നമ്മുടെ വിഷയം മാത്രമല്ല, നമ്മുടെ അടുക്ക കടന്നു വരുന്നവർക്കും സമാധാനം കൊടുക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു അളവിലാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു ഭവനത്തിലോ പട്ടണത്തിലോ കടന്നു ഭവനത്തിൽ ചെല്ലുമ്പോഴേക്കും ആ ഭവനത്തിന് സമാധാനം എന്ന് പറയുവേൻ. ആ ഭവനത്തിലൊരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേലിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് വിഷയമാണെങ്കിൽ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റുമോ? അല്ലേ? സി, അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമാകാനും തണുപ്പാകാനും സമാധാനം കൊടുക്കാനും വെളിച്ചം കൊടുക്കുവാനും ഇതൊക്കെ ഇരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ വരവിനാൽ തീത്തോസിന്റെ അവൻ എൻ്റെ ഹൃദയം തണുത്തു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലേ? അപ്പോൾ സമാധാനത്തിന് ദൈവം നമ്മളോട്. അപ്പോൾ വലിയൊരു വ്യത്യാസമാണ് 7ഉം 9ഉം വാക്യം തമ്മിൽ. ആദ്യം ഒരു ദൈവത്തിൻ്റെ ഒരു സമാധാനം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ. അത് ഇല്ലെങ്കിൽ നമ്മുടെ ലോണിൻ്റെ ഒരു ചെറിയൊരു ഗഡു അത് മാത്രമേ ഉള്ളൂ.
പക്ഷേ ഈ 8-ാം വാക്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 9-ാം വാക്യത്തിലേക്ക് ദൈവം നമുക്ക് തരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ആൻറ്റിബയോട്ടിക്, അത് മുഴുവൻ കഴിച്ചു കഴിയുമ്പോഴേക്കും സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. അപ്പം നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത്. ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ശുദ്ധീകരണം നടക്കുന്നത്. ആ വാക്യം തെസ്സലോനിക്ക ലേഖനത്തിൽ ആ വാക്യമല്ല നമ്മൾ തുടങ്ങിയത്. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. എന്ത്? ശുദ്ധീകരണം. ആ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. യേശുവിനെ മരിച്ചവിടെ എഴുന്നള്ളിച്ച അതേ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളുടെ അകത്തുണ്ട്. ആ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടി ഇരിക്കും. നമ്മളൊരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അറിയാം, യെസ്, ദേ വിൽ എക്സ്പീരിയൻസ് ദാറ്റ് പീസ്. അവർ നമ്മളിലുള്ള സമാധാനം അനുഭവിക്കും. നമ്മളിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് അത് അനുഭവപ്പെടും. ഇതെല്ലാം ആത്മാവിന്റെ ഫലമാണ് കേട്ടോ. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. അത് നമ്മുടെ ആത്മാവിലുണ്ട്. നമ്മുടെ മനസ്സിലൂടെ, മാനസിക മണ്ഡലത്തിലൂടെ കടന്ന്, നമ്മുടെ സോഴസ്ഥലത്തിലൂടെ കടന്ന് നമ്മുടെ ശരീരത്തിൽ അത് വെളിപ്പെടണം. അതാ പ്രയാസം. ഓക്കെ. അപ്പോൾ അതിന് നമ്മുടെ മാനസിക മണ്ഡലത്തിലെ വിഷയങ്ങളുടെ മേലെ നമ്മളുടെ ഫോക്കസ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അത് നമ്മുടെ പുറത്തേക്ക് വരത്തില്ല, നമ്മുടെ ലൈഫിൽ നിന്ന് അത് പുറത്തേക്ക് വെളിപ്പെടത്തില്ല. അപ്പം അതിനുവേണ്ടി ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥന അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുങ്ങൾക്ക് ആക്കും. ഓക്കെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സത്കീർത്തിയായതൊക്കെയും പുകഴ്ചയും ഇതെല്ലാം ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് ഗ്രഹിച്ചും കേട്ടും പഠിച്ചും ഉള്ളത് പ്രവർത്തിക്കുവിൻ. എന്നാൽ അപ്പൊ അത് ചെയ്തില്ലെങ്കിലോ റിസൾട്ട് ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, വേർഡ് ഓഫ് ഗാഡ് ഇറ്റ്സ് കണ്ടീഷണൽ. ദ ലവ് ഓഫ് ഗാഡ് ഈസ് അൺകണ്ടീഷണൽ. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് കണ്ടീഷൻസ് ഉണ്ട്. അത് ചെയ്താൽ, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ. അപ്പോൾ നമുക്ക് ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളും ഇതിൽ അനേക കാര്യങ്ങൾ ഇനിയും എടുക്കാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അല്പമായിട്ട് ചോദിച്ച ചോദ്യം നമുക്ക് മറുപടി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം എങ്ങനെയാണ് നമ്മളോട് വസിക്കുന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഐ ഗോട്ട് യു സംതിങ്. ഓക്കെ, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.